അപ്പോൾ ഇവിടെ ഹോട്ടലിലൊക്കെ ചിക്കൻ ചുക്ക എന്ന് പറയുന്ന ഒരു ഡിഷ് കിട്ടും. നമ്മുടെ തെക്കൻ കേരളത്തിൽ ചിക്കൻ ചുക്ക കിട്ടില്ല. അപ്പോൾ ചിക്കൻ ചുക്ക പല ഹോട്ടലിൽ ഞാൻ വിചാരിച്ചത് നോർത്ത് ഇന്ത്യൻ സാധനമായിരിക്കുമെന്ന്. വണ്ടൂര്, മഞ്ചേരി, മലപ്പുറം, പാണ്ടിക്കാട് ഒക്കെ അടങ്ങുന്നതാണ് ഏറനാട്. ഇപ്പോൾ ഏറനാടൻ ചിക്കൻ ചുക്കയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏറനാടൻ ഡിഷ് എന്ന് പറയുന്നത് സ്വന്തം ആൾ തന്നെ, വണ്ടൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ ഡിഷ് ചെയ്യുന്നതും. സുനില അല്ലേ? സുനില. അപ്പോൾ തുടങ്ങാം. ചിക്കൻ ചുക്കയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി അധികം ചെറുതുമല്ല, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇനി എന്താ മാഗ്നേറ്റ് ചെയ്യണം? എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി,
എടുത്താണ് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. ആ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി വഴറ്റണം. അതിലേക്ക് പിന്നെ ഈ ഫ്രൈ ചെയ്ത സാധനം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ചിക്കൻ ചുക്ക ആവുന്നത്. ഇപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലാണ്. ഇതിൻ്റെ മണം കാരണം എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ സഹനശക്തി മാക്സിമം ആയിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ചുക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ, ഈ ചിക്കൻ ചുക്ക കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാരണം മലയാളികൾക്ക് അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ള ചിക്കനൊക്കെയാണ് ഇഷ്ടം. കാരണം വൈറ്റ് കളറിൽ ചിക്കൻ ഇരുന്നാൽ കാണാൻ വലിയ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് നല്ല കളർഫുള്ളായിട്ടിരിക്കണം. അതുപോലെ നല്ല കളർഫുള്ളായിട്ടാണ് ഇപ്പോൾ ഈ ചിക്കൻ ചുക്ക ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും ടൊമാറ്റോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല, അത് മാത്രമല്ല ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ സ്വതവേ തന്നെ ഒരു റെഡ് കളറായിട്ടുണ്ട്, നല്ല മണവും വരാൻ തുടങ്ങി. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അത് ഒരു ഡെക്കറേഷൻ്റെ ഒരു സ്വന്തം ആളാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കുന്ന ഒരാളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്താന്ന് വളരെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അത് മാത്രമല്ല നല്ല മണവും, എന്താ പറയുക, ഒരു കോഴിക്കുഞ്ഞുണ്ട്. അത് വെജിറ്റബിൾ ഉണ്ടാക്കിയ കോഴിക്കുഞ്ഞാണ്. ഇതെന്താണ് ഇത്? സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് ഒരു കോഴിക്കുഞ്ഞുണ്ട്, ഒരു ഫ്ലവർ ഉണ്ട്, പിന്നെ കുറേ പൂമ്പാറ്റകളുണ്ട്. ചുറ്റാക്കി 4 പൂമ്പാറ്റകൾ, നടുക്കൊരു ലൈറ്റും ഉണ്ട്. അതിനകത്ത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് കണ്ടോ നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. ആ തക്കാളിക്കുള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യനെ മാക്സിമം കൊതിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്തായാലും എൻ്റെ കൺട്രോൾ, എൻ്റെ പിടിവിട്ട് ഞാൻ നിൽക്കുകയാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ ചുക്കയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ചിക്കൻ കറിയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കും. കാരണം ചിക്കൻ്റെ ഒരു 3-4 പീസെങ്കിലും നമുക്ക് വേണം. ചിക്കൻ ചുക്കയ്ക്ക് അങ്ങനെയല്ല, പീസുകൾ മാത്രമേ നമ്മൾ കാണുള്ളൂ. ഫ്രൈ പോലെ ഓരോരോ പീസായിട്ട് എടുത്ത് കഴിക്കാം. അടിപൊളി. ഹാപ്പി ആയോ? ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ആ മസാല, നമ്മൾ ഉള്ളിയും തക്കാളിയും കാശ്മീരി ചില്ലി പൗഡറും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ മസാലയും നല്ല ടേസ്റ്റാണ്, ചിക്കൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നല്ല എരിവുള്ള സാധനമാണെന്നും. അത്യാവശ്യം എരിവുണ്ട്, പക്ഷേ അത് അധികം എരിവുള്ള സാധനമല്ല. ഈ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഗുണം തന്നെ അതാണ്. നല്ല കളറും കിട്ടും, നമ്മുടെ സാധാ മുളകിൻ്റെ അത്ര എരിവും ഉണ്ടാവില്ല. സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം. നമ്മളൊരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി സമയം എടുത്താലേ നമുക്ക് ഇതുപോലെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ എപ്പിസോഡ് കഴിയാൻ ഇനി കുറച്ച് മിനിറ്റുകൾ കൂടിയേ ഉള്ളൂ. കാരണം അത്രയും ഇതിന് വേണ്ടിയിട്ട് ഇതെടുക്കണം. കാരണം ആദ്യം മാഗ്നേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കണം. അതിനുശേഷം എണ്ണയിൽ നന്നായിട്ട് പൊരിച്ചെടുക്കണം. ആ പൊരിച്ചത് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കി അതിലേക്ക് വീണ്ടും ഇട്ട് ആണ് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത്. പക്ഷേ അത്രയും റിസ്ക് എടുക്കുന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്.